ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസൊക്കെയാണ് ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമയായ ഐ നോബഡി എന്നുള്ള മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഡേ ആയിരിക്കും വീഡിയോ കാണുന്നത്. കാരണം ഞാൻ നൈറ്റ് ഷോയ്ക്ക് അന്ന് പോയത്, അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വന്നിട്ടുണ്ട്. കാരണം ഒരു ട്രെയിലർ കണ്ടപ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കുഴപ്പമില്ല, ഒരു ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും ഒരു ബാങ്കിങ് സ്കീം ആ ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഫാക്ടർ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഷാക്കിൻ്റെ ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, നിസാം ബഷീർ. അപ്പോൾ അതുപോലെ തന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക്കും. അപ്പോൾ എന്തുകൊണ്ടും കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ല പ്രതീക്ഷയുണ്ട് സിനിമയ്ക്ക്. കാരണം റോഷാക്ക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂസ് വന്നപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു ഡിസപ്പോയിൻറ്റിങ്ങും അതുപോലെ തന്നെ പോസിറ്റീവും വന്നിട്ടുണ്ട്. ആരും അങ്ങനെ തീരെ നെഗറ്റീവ് ഒന്നും ഞാൻ കേട്ടില്ല. പക്ഷേ കണ്ടവർക്ക് മിക്കവർക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പകുതി പേർക്കും കുറച്ച് പേർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ റിവ്യൂലൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കാണാൻ തന്നെ വിചാരിക്കുന്നു, ക്യാൻസലും ചെയ്യില്ല. അപ്പോൾ എന്തായാലും സിനിമ ഇൻ്റർവെല്ലായിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എന്തായാലും പ്രതീക്ഷയുണ്ട്. എന്താ പറയുക, ഇനി ഇൻ്റർവെല്ലാവട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച പടം ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് വേറെ ലെവലിൽ തന്നെ പറയാം. അതായത് എനിക്ക് നല്ല രീതിയിൽ പടം ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ എന്തോ കഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കണ്ടപോലെ തന്നെ ഒരു ബാങ്കിങ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ബാങ്കിങ് സ്കീം എന്ന് കേൾക്കുമ്പോൾ ഇതേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. എന്തായാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നമ്മൾ ഈ ഇൻ്റർവെല്ലൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. കാരണം എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്താവുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതി എനിക്ക് സാധാരണ ചില സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടാത്ത. കാരണം സെക്കൻഡ് ഹാഫ് ആയിരിക്കും നല്ലത്. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ തന്നെ പറയാം. എന്തായാലും നല്ല രീതിയിൽ ഈ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ കാണിച്ച ഒരു ചേസിങ് സീനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ ആംഗിൾസും ഓരോ കൊറിയോഗ്രാഫി സിനിമാറ്റോഗ്രാഫി ഒക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. ആ ഒരു ആംഗിൾ പോയതും കുറേ ഫൈറ്റ് സീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ച മേക്കിങ്ങും എന്തുകൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്ക് ത്രില്ലടിപ്പിച്ചിരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർവെൽ എടുക്കുമ്പോൾ കുറേ ട്വിസ്റ്റുകളും കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ ഞാൻ 10 9 അല്ലെങ്കിൽ 8.9 കൊടുക്കാം, 9 കൊടുക്കാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഡിസപ്പോയിൻറ്റിങ് ആക്കിയിട്ടില്ല എനിക്ക്. എന്തായാലും എനിക്ക് എൻ്റെ ഉള്ള കൂട്ടുകാരൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സിനിമ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിന് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞു. എന്തായാലും കണ്ടിട്ട് ഞാൻ സെക്കൻഡ് ഹാഫ് കൂടെ പറയാം. എന്തായാലും പിന്നെ ഇതിനകത്ത് കഥ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. TVM സിറ്റി ഫുൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. കുറേ സീനിൽ ഫുൾ TVM സിറ്റി, ട്രിവാൻഡ്രം സിറ്റിയെ ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനകത്ത് കുറേ ബാങ്ക് റോബറി, നിങ്ങൾ ട്രെയിലർ കണ്ട അതേ സാധനങ്ങളൊക്കെ തന്നെ, പക്ഷേ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് എന്താവും എന്തോ ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ എൻഗേജ് ഇരുന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ സിനിമ തന്നെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാം. തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുക. ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ എന്നാലും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു സാധനം കൊള്ളാന്ന് പറഞ്ഞാലും നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. കാരണം എൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും, നിങ്ങളുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. കാരണം എൻ്റെ ഒരു അഭിപ്രായം കേട്ട് നിങ്ങൾ പോവാതെ ഇരിക്കരുത്. അത് പോസിറ്റീവ് ആണെങ്കിൽ പോയിക്കോ, പക്ഷേ നെഗറ്റീവ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞാൽ അത് പോവാതിരിക്കല്ലേ. കാരണം അത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഇത് എനിക്ക് ഇൻ്റർവെൽ വരെ നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായ ത്രില്ലിംഗ് മൂമെൻ്റ് ഒന്നും സെക്കൻഡ് ഹാഫിലില്ല. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അവിയൽ പരുവായിട്ടാണ് സെക്കൻഡ് ഹാഫ് തോന്നി. എന്തൊക്കെ അവർ കാണിക്കാൻ ശ്രമിച്ചു, അത് ഒന്നും അങ്ങോട്ട് വന്നില്ല. അതായത് ഇതൊരു നല്ല ഡ്യൂറേഷനുള്ള ഒരു സിനിമയാണ്. 2 മണിക്കൂർ 50 മിനിറ്റോ അങ്ങാണ്ടാണ് ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിന് 1.5 മണിക്കൂറിൻ്റെ ഡ്യൂറേഷൻ ഇൻ്റർവെൽ വരെ. അതുവരെ നല്ല രസമുണ്ടായിരുന്നു. ഇൻ്റർവെൽ വരെ നമുക്ക് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് ഒരു ഹോപ്പ്, നല്ലൊരു പ്രതീക്ഷ കിട്ടും. സെക്കൻഡ് ഹാഫ് ഇനി നല്ല ഗംഭീരമായിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെന്തോ സെക്കൻഡ് ഹാഫ് വലിയ രീതിയിൽ അങ്ങോട്ടങ്ങ് ഡൈജസ്റ്റ് ആയില്ല. എന്തോ എന്തൊക്കെയോ കുറേ നല്ല തകരാറുകളുണ്ട്. എന്തോ സ്റ്റോറി കണ്ടുമടുത്ത സ്റ്റോറിയൊക്കെ തന്നെ. എന്നാലും ഓക്കെ, ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് വന്നിട്ടില്ല. എന്തൊക്കെയോ മേക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ കൊള്ളാം, അത്രേ ഉള്ളൂ. പക്ഷേ എന്തോ സെക്കൻഡ് ഹാഫാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് സെക്കൻഡ് ഹാഫ് അവിടെ ഇവിടെ എന്താ നമ്മൾ കണ്ടു കഴിയുമ്പോൾ വിചാരിക്കും സെക്കൻഡ് ഹാഫ് എന്താണ് കാണിക്കാൻ നോക്കിയതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിങ്, പക്ഷേ സെക്കൻഡ് ഹാഫ്
കൊള്ളാം. സെക്കൻഡ് ഹാഫ് എവിടെ എന്തൊക്കെയോ സാധനം വേണമെങ്കിൽ ഫൈസിനൊക്കെ കൊള്ളാം, അല്ലാതെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അടിപൊളി എന്ന് ഞാൻ പറയാം. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ എവിടെ എന്തൊക്കെ നല്ല രീതിയിൽ വീക്കായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. ഞാൻ വീണ്ടും പറയുന്നു, സെക്കൻഡ് ഹാഫിലാണ് ഇവന്മാർക്ക് പാളിച്ച പറ്റിയത്. പക്ഷേ ഇത് നല്ലൊരു ആൾ കയറും, കാരണം നല്ല അങ്ങോട്ട് ഇനി ശരി വീക്കെൻഡ് അല്ലേ, അപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് മിക്കവാറും നല്ല ആൾ കയറാൻ ചാൻസ് ഉണ്ട്, നല്ല ബുക്കിംഗ് ഒക്കെ ഉണ്ട് സിനിമയ്ക്ക് ഇപ്പോഴും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നിസ്താം ബഷീർ അല്ലേ, നമ്മുടെ റോഷാക്കിന് ശേഷം ഡയറക്റ്റ് സിനിമകളല്ല, അപ്പോൾ എന്തായാലും നല്ല ആൾ കയറും. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് പടം ഒരു ഇതായതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്താ കാണിക്കാൻ നോക്കിയത് സെക്കൻഡ് ഹാഫിൽ, എന്തൊക്കെയോ കാണിക്കാൻ നോക്കി. ഒരു നമുക്ക് തോന്നുന്നു എന്താ ഇങ്ങനെ, അങ്ങനെ ഇത് എന്താ ഇങ്ങനെ കാണിച്ച, അപ്പോൾ ഇതെന്താ അവിടെ പോയില്ലേ, അപ്പോൾ ഇങ്ങനെ പോയില്ലേ, എന്താ ഇങ്ങനെ ഇത് നടക്കുമ്പോൾ എന്താ അവിടെ ഇങ്ങനെ, നമ്മൾ അങ്ങനെ കുറേ ഇങ്ങനെ അങ്ങനെ എന്താ ഇങ്ങനെ അങ്ങനെ തോന്നും നമുക്ക് മനസ്സിൽ. സിനിമ സെക്കൻഡ് ഹാഫ് നമ്മുടെ മനസ്സിൽ ഇതെന്താ ഇങ്ങനെ, അയ്യോ അങ്ങനെയല്ലേ, അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഇല്ല സംഭവം നടക്കാത്ത, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വരും സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നല്ല ത്രില്ലിങ്, സെക്കൻഡ് ഹാഫിലൊരു സാധനം കിട്ടും നമുക്ക്. ഫസ്റ്റ് ഹാഫ് നല്ല രീതി നമുക്ക്, എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയത് സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ എന്തോ പറയാം, ഒരു 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 ഇതില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഒരു അവിടെ ഇവിടെയൊക്കെ കൊള്ളാമെന്ന് പറയണം, അല്ലാതെ സെക്കൻഡ് ഹാഫ് അവന്മാരെ കൊണ്ടങ്ങ് ഒരു ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പടത്തിൻ്റെ ഒരു വൺ ഓഫ് ദ നെഗറ്റീവ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫാണ്. കാരണം പടത്തിന് ഒരു വീഴ്ച വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പടം സെക്കൻഡ് ഹാഫിലായിരിക്കും നെഗറ്റീവ് വന്ന് ഇത് താഴെ വീഴാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം പടം നല്ല രീതിയിൽ മേക്ക് ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ നല്ലതാക്കായിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് ഇത്രയും നന്നാക്കാമായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇതിൽ നല്ലതാക്കായിരുന്നു എന്ന് ഞാൻ പറയുന്നു. പക്ഷേ എന്തോ നമുക്കിപ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുമോ, കണ്ട സിനിമ ഇറങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു എന്താണ് കാണിച്ചതെന്ന് അവന്മാർക്ക് തന്നെ അറിയണമെന്ന് തോന്നി. എന്തൊക്കെയോ കാണിക്കാൻ നോക്കി, പക്ഷേ അങ്ങോട്ട് വന്നിട്ടില്ല. ഒരു ഡൈജസ്റ്റ് ആവില്ല നമുക്ക് പലർക്കും അങ്ങോട്ട്. ചിലവർക്ക് ഡൈജസ്റ്റ് ആവും കൊള്ളാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തൊക്കെയോ കാണിക്കാൻ നോക്കി. അത് തന്നെ വീണ്ടും ഞാൻ പറയുന്നു, നന്നാക്കാമായിരുന്നു. ഞാൻ വീണ്ടും പറയും, നന്നാക്കാമായിരുന്നു ഈ സിനിമ സെക്കൻഡ് ഹാഫ്. പക്ഷേ ഓക്കെ, നമുക്കിതേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് പറയാം, കൊള്ളാം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴും ഈ സിനിമ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് അടിപൊളിയാവും. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വീണ്ടും തോന്നി ഇത് നല്ല രസമാവും, അടിപൊളിയായിരിക്കും. പക്ഷേ അതെല്ലാം സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് പോയി. സെക്കൻഡ് ഹാഫ് എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കൊള്ളാമെന്നല്ലാതെ സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ അവന്മാർക്ക് തന്നെ വട്ടായെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തത്. ഞാൻ പറയാം, കുറേ ഫൈറ്റ് സീനൊക്കെ കൊള്ളായിരുന്നു. സാബല്യം കോംപ്ലക്സിനകത്ത് കാണിച്ച സാധനങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ കുറേ നമുക്കാകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. സിനിമ കണ്ടു കഴിയുമ്പോഴും ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് എന്തുകൂടെ കാണിക്കാൻ നോക്കിയെന്ന്, എന്ത് അലമ്പ് പരിപാടി തന്നെ കാണിക്കാൻ നോക്കിയെന്നൊക്കെ ചിലവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ചിലവർക്ക് ഈ സിനിമ ഫുൾ ഇഷ്ടപ്പെടാൻ ചാൻസുകളുണ്ട്. ചിലവർക്ക് സിനിമ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ കൊള്ളാം, പക്ഷേ ബാക്കി ഒരു പകുതി മുക്കാൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ് സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിങ്. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ എന്തൊക്കെയോ അവന്മാർക്ക് തന്നെ അറിഞ്ഞൂടെ എന്താ കാണിച്ചതെന്ന്. അലമ്പ് പടമൊന്നും പറയുന്നില്ല, പക്ഷേ എന്നാലും കുറച്ച് ഇതായിപ്പോയി. ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര ബിലോ ആവറേജ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സിനിമ വരുമ്പോൾ ഇറങ്ങുമ്പോൾ കാണാം. എന്തായാലും റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്, ഈ മാസം ജനനായകൻ റിലീസാവുമെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സിനിമ ഒന്ന് കാണാം. ഇനി വരുന്ന റിവ്യൂസിലൊക്കെ ഞാൻ അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂസൊക്കെ ഇടാം. അപ്പോൾ ഇതെന്തായാലും ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ അവന്മാർക്ക് തന്നെ അറിഞ്ഞൂടെ എന്താ കാണിക്കണമെന്ന്. എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എന്തായാലും എനിക്കിത് ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ പണം കണ്ട മൂടും പോയി. പക്ഷേ ആകെ ഒരു ആശ്വാസം ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ ഓർമ്മിപ്പിക്കേണ്ട അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫൊക്കെ എന്താ കാണിക്കാൻ നോക്കിയെന്ന് അവന്മാർക്ക് തന്നെ അറിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.